ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതെൻ്റെ ജേർണിയുടെ പാർട്ട് 3 ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം എന്നാൽ മാത്രമേ ഇതിനൊരു കണ്ടിന്യൂറ്റി കാണുള്ളൂ. സോ ഫോർ ദാറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നമ്മളെവിടെ വരെ പറഞ്ഞു നിർത്തിയത്? ഇൻ്റർവ്യൂ വരെ അല്ലേ? സോ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ എൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇറ്റ് ടുക്ക് അറൗണ്ട് ലൈക്ക് 1 month എടുത്തു എൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇൻ ബിറ്റ്വീൻ ഞാൻ ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ജർമ്മൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നത്. കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൗത്ത് വെയിൽസിൽ നിന്ന് വന്നത്. അപ്പം ഞാൻ ഉടനെ ഇത് കണ്ടത് എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ടോയ്ലറ്റിൽ പോകാന്നുള്ള രീതിയിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ചെന്ന് നോക്കി. എന്നിട്ട് നേരെ വീട്ടിൽ വിളിച്ച്, ഓഫർ ലെറ്റർ ഒന്നും തുറന്ന് നോക്കാണ്ട് ഞാൻ നേരെ വീട്ടിൽ വിളിച്ചിട്ട് എൻ്റെ ഹാപ്പിനെസ് അതേ ചൂടോട് തന്നെ വീട്ടിലറിയിച്ചു. അവരും ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പിയായി. എനിക്ക് തോന്നുന്നു എൻ്റെ +2 റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ ഹാപ്പി ആയത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓഫർ ലെറ്റർ തുറന്ന് നോക്കിയപ്പോൾ അവർ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അലവൻസുകൾ എന്തൊക്കെയാണെന്ന്. ലൈക്ക് ട്യൂഷൻ ഫീസ് ഇല്ല, 3 year കോഴ്സാണ്, ഫുൾ ടൈമാണ്. ഞാനിവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടോയെന്നും മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഫസ്റ്റ് മന്ത് നമുക്ക് £500 അവർ ഗ്രാൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എവറി ഇയർ £1000 ആണ്. സോ ബട്ട് ഇപ്പോൾ ഇത് 83 ആയിട്ട് എവറി മന്ത് സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ് നമ്മുടെ ലിവിങ് എക്സ്പെൻസിൽ നിന്ന് കുറച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കോഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ട് 2 വർഷത്തേക്ക് വെയിൽസിൽ എവിടെയെങ്കിലും നമുക്ക് ജോലി, പിന്നെ നമുക്ക് ഈ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രാവൽ എക്സ്പെൻസ് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നമുക്കത് റിട്ടേൺ ചെയ്യും. ഇപ്പോൾ ഫുള്ളായിട്ട് തന്നില്ലെങ്കിൽ മോർ ദാൻ ഹാഫെങ്കിലും അവരത് കവർ ചെയ്യും. അങ്ങനെ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് ആർക്കാണേലും കിട്ടാവുന്നതിൽ. നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ ആ ഒരു ഫേസെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് പോകാനുള്ള ഒരു ധൃതിയായി, പോകാനുള്ള എക്സൈറ്റ്മെൻറ്റായി, പെട്ടി പാക്കിങ്ങായി, സാധനങ്ങൾ പർച്ചേസ് ചെയ്യലായി, ഓരോ വീഡിയോകൾ കാണാറായി. അതൊരു വല്ലാത്തൊരു ഫീലും എക്സ്പീരിയൻസുമാണ്. പിന്നെ നമ്മൾ കൂട്ടുകാരെ കണ്ടുപിടിച്ചു, പോകുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചു. ഇത്രയും അധികം ആൾക്കാരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു ഭാഗ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാനിപ്പോഴും അത് കണക്കാക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ കമൻ്റ് അടിച്ചൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ കണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വെച്ച് തന്നെ അക്കോമഡേഷൻ കണ്ടുപിടിക്കൽ കുറച്ച് ടാസ്ക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് പേര് അക്കോമഡേഷൻ കണ്ടുപിടിച്ച് നേരെ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളിതുവരെയും കയറിയിട്ടില്ലല്ലോ ഫ്ലൈറ്റിൽ. അപ്പം നല്ല രസമായിരുന്നു. ആ ജേർണിയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ ഗൾഫ് എയർ ആയിരുന്നു. ഞാനും എൻ്റെ വേറെ 2 ഫ്രണ്ട്സും കൂടെ ഒരുമിച്ചായിരുന്നു വന്നത്. അന്നത്തെ ടിക്കറ്റ് പ്രൈസ് 44,000 ആയിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 1 way. അങ്ങനെ ഞാനിവിടെ മാർച്ച് 27 ഇവിടെ എത്തുന്നത്. അങ്ങനെ ഇവിടെ എത്തി. ഫ്ലൈറ്റൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ബഹ്റിനിലായിരുന്നു ലേ ഓവർ, ഗൾഫ് എയറിൻ്റെ. ഫുഡ് ഒബ്വിയസ്ലി ഫസ്റ്റ് ടൈം വന്നത് കാരണം എനിക്കൊന്നും ഇഷ്ടമായില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു വന്നു. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ ഫുള്ള് പച്ചപ്പ്, ഗ്രാമീണതയാണ് ഇവിടെ. ഞാൻ ട്രിഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് വെയിൽസിൽ. ഇവിടെ ഫുള്ളും ഈ കാം, പീസ്, ആ ഒരു വൈബാണ്. ഇവിടെ കൂടുതൽ ഇപ്പോഴാണ് യങ്സ്റ്റേഴ്സ് വരാൻ തുടങ്ങിയത്, നമ്മുടെ ഈ സ്കോളർഷിപ്പൊക്കെ ഓഫർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ. കാരണം നേരത്തെ ഇവിടെ ഭയങ്കര കുറച്ചും കൂടെ പ്രായമുള്ള ആൾക്കാരായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ എനിവേ ഒരു ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു. നൈസായിരുന്നു, അത്ര തന്നെ. സോ അങ്ങനെ ഇവിടം വരെയൊക്കെ വന്നെത്തി നിൽക്കുന്നു. അപ്പോൾ അത്ര തന്നെ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളെ ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്. ബൈ.